അതെ, കുറച്ച് ആളുകൾ കൂടി വന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട്. ഇന്ന് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് കുറച്ച് കുരുക്കൾ കൂടുതൽ പൊട്ടും. അപ്പോൾ ആ ചാറ്റ് ബോക്സ് കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങളാണ് എന്ന് ഞാൻ പറയുന്നു. അവര് എന്തെങ്കിലും തരത്തിൽ അനാവശ്യം പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള രൂപത്തിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണ്ട, ശരിയിരിക്കട്ടെ. പിന്നെ ഇപ്പോ ബലി പെരുന്നാളാണല്ലോ വരുന്നത്. ഈ വരുന്ന ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ ആയിട്ട് ബലി പെരുന്നാൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ ബലി പെരുന്നാളിന് മുന്നോടിയായി ഖുർആൻ കത്തിച്ച ഒരു സംഭവം മുമ്പുണ്ടായിട്ടുണ്ട്. നിങ്ങളിൽ പലരും അത് ശ്രദ്ധിച്ചിരിക്കും. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഖുർആൻ നിന്ന് കത്തുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഖുർആനാണ് ഓരോ തീവ്രവാദിയും കയ്യിലെടുക്കുന്നത്. ഒരു കയ്യിൽ ഖുർആനും മറു കയ്യിൽ ആയുധവുമായിട്ടാണ് ഇവർ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായും ജനങ്ങൾ ഈ ഖുർആനിൽ ഉള്ളത് പ്രാവർത്തികമാക്കാനാണല്ലോ അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ആ രൂപത്തിലാണ് അവരുടെ റിയാക്ഷൻസ്. 2020 നമ്മൾ കണ്ടിട്ടുണ്ടാവും, പലപ്പോഴും നമുക്കെല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. സ്വീഡനിലാണ് ഖുർആൻ കത്തിയത്. സ്വീഡനെ പോലെ ഒരു മതേതര രാജ്യം, എല്ലാ മതങ്ങളെയും എല്ലാ തരത്തിലുള്ള കൾച്ചറിനെയും ഉൾക്കൊള്ളത്തക്ക രൂപത്തിൽ അവരുടെ മനസ്സും ചിന്താഗതിയും വിശാലമാണ്. അതിന് 2023 ആദ്യം തന്നെ ജനുവരിയിൽ തന്നെ ഖുർആൻ കത്തിച്ചു. ആദ്യം 2020 കത്തിച്ചു, 2023 കത്തിക്കുന്നു. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിങ്ങളുടെ വികാരം ആളിക്കത്തി. സ്വീഡൻ ലക്ഷ്യം വെച്ചതും അത് തന്നെയാണ് എന്നാണ് പിന്നീട് വന്ന വാർത്തകളെല്ലാം. മാധ്യമങ്ങൾ ഇതിനെ വല്ലാതെ പൊലിപ്പിച്ചു. രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയെ അതിന്റെ തീവ്രവാദ മുന്നറിയിപ്പ് നില ഉയർത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. 2020 ഓഗസ്റ്റ് 28 സ്വീഡനിലെ മാൽമോയിലെ റോസൻഗാർഡ് എന്ന് പറയുന്ന ഒരു മൈതാനം, അതിന്റെ പരിസരത്ത് 100 കണക്കിന് പ്രതിഷേധക്കാർ കലാപം നടത്തിയ സമയത്ത് ടയറുകളും പലകകളും പടക്കങ്ങളും ഒക്കെ കത്തിച്ച് അതിൽ നിന്ന് പുക ഉയർന്നു. തീവ്ര വലതുപക്ഷ പ്രവർത്തകനായ തെക്കൻ സ്വീഡിഷ് നഗരമായ മാൽമോയിൽ ഒരു ഖുർആൻ കത്തുന്നു. കലാപത്തിനും അശാന്തിക്കും അത് കാരണമായി. സ്വാഭാവികമാണ്, എല്ലാ മതവിശ്വാസികൾക്കും അവനവന്റെ മതവും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മഹത്വമുള്ളതാണ്. അതൊന്നും കത്തിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. 300-ലധികം ആളുകൾ പ്രതിഷേധിക്കാൻ ഒത്തുകൂടിയതായിട്ടാണ് പോലീസ് പറഞ്ഞത്. 2020 ഖുർആൻ കത്തിച്ച് വംശീയമായ വിദ്വേഷം വളർത്തിയതിന് ഒക്ടോബർ 12 സ്വീഡിഷ് കോടതി ഒരാളെ ശിക്ഷയ്ക്ക് വിധിച്ചു. ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ അവഹേളിച്ചതിന് രാജ്യത്തെ കോടതി സംവിധാനം ആദ്യമായി വിചാരണ ചെയ്യുന്നു എന്നായിരുന്നു മാധ്യമങ്ങൾ എഴുതിയത്. 2023 തുടക്കത്തില് ഖുർആൻ കത്തിച്ചതിന് പിന്നാലെയാണ് അന്താരാഷ്ട്ര രോഷം ആളിക്കത്തുന്നത്. അങ്ങനെ രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസി ഈ വിഷയത്തെ കൂടുതൽ കലുഷിതമാക്കാതിരിക്കാൻ അയാളെ ശിക്ഷിക്കുകയും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. സ്വീഡിഷ് ഗവൺമെന്റ് അപകീർത്തികളെ അപലപിച്ചു. രാജ്യത്തിന്റെ വിപുലമായ ആവിഷ്കാര സ്വാതന്ത്ര്യ നിയമങ്ങളെ ആവർത്തിച്ച് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. സെൻട്രൽ സ്വീഡനിലെ ലിങ്കോപ്പിംഗ് എന്ന് പറയുന്ന ജില്ലാ കോടതി, അവിടെ 27-കാരനായ യുവാവിനെ ഒരു വംശീയ വിഭാഗത്തിനെതിരായ പ്രക്ഷോഭം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തും. തന്റെ നടപടി ഇസ്ലാം മതത്തെ അല്ല മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയാൻ സാധിക്കില്ല എന്നും വസ്തുനിഷ്ഠവും ഉത്തരവാദിത്വമുള്ളതുമായ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് എനിക്ക് സംവദിക്കാനുള്ളതെന്നും അദ്ദേഹം കോടതിയിൽ സമർത്ഥിച്ചു. അങ്ങനെ 2020 സെപ്റ്റംബറില് ലിങ്കോപ്പിംഗ് എന്ന് പറയുന്ന കത്തീഡ്രലിന് പുറത്ത് ഒരു ബാർബിക്യൂവില് ഖുർആനും അതുപോലെ ബേക്കണും കത്തിക്കുന്നത് കാണിച്ച് ഒരു വീഡിയോ ക്ലിപ്പ് ആ വ്യക്തി തന്നെ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്തു. ബാർബിക്യൂവിന് കീഴിലുള്ള ഒരു അടയാളത്തില് മുഹമ്മദ് നബിയെ കുറിച്ചിട്ടുള്ള അപകീർത്തികരമായ പരാമർശവും എഴുതിയിരുന്നു എന്ന് പിന്നീട് കോടതി കണ്ടെത്തുന്നു.
സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ട്വിറ്റർ, അതുപോലെ ഇപ്പോ എക്സ്, യൂട്യൂബ്, ഗൂഗിള്, ഇൻസ്റ്റഗ്രാം, ഇതിലൊക്കെ ഈ വീഡിയോ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുകയും അത് വൈറലാകുകയും ചെയ്തു. അങ്ങനെ ഈ കത്തിച്ച ഖുർആനും ബേക്കണും ലിങ്കോപിങ്ക് പള്ളിക്ക് പുറത്ത് എല്ലാവരും കാണുന്ന രൂപത്തിൽ വലുതാക്കി പ്രദർശിപ്പിക്കുകയും ചെയ്തു. കബാബ് നീക്കം ചെയ്യുക എന്ന ഗാനം വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുമുണ്ടായിരുന്നു. തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്കിടയിൽ പ്രചാരത്തിലുള്ളതും മുസ്ലിങ്ങളെ മതപരമായ ശുദ്ധീകരണത്തിന് ആഹ്വാനം ചെയ്യുന്നതുമായ ഗാനമാണിത് എന്നാണ് അദ്ദേഹം അതിന്റെ എക്സ്പ്ലനേഷൻ ചെയ്തത്. ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ 2019 2 പള്ളികളിൽ വെച്ച് 51 പേരെ കൊലപ്പെടുത്തിയ ഓസ്ട്രേലിയൻ വെള്ളക്കാരൻ ആക്രമണവുമായി ഈ സംഗീതത്തിന് ശക്തമായ ബന്ധമുണ്ട് എന്ന് കോടതി കണ്ടെത്തുന്നു. തന്റെ നടപടി ഇസ്ലാമിനെ ഒരു മതമെന്ന നിലയിൽ വിമർശിക്കുന്നതാണ് എന്ന് വാദിച്ചയാൾ സമ്മതിച്ചു. അയാൾ പിന്നീട് ആർഗ്യുമെന്റിന് നിന്നില്ല. പക്ഷേ കോടതി ഈ വിഷയത്തെ കണ്ടത് വേറെ ഒരു ആംഗിളിലൂടെയാണ്. അത്തരം ഉള്ളടക്കമുള്ള ഒരു സിനിമയിലേക്ക് തിരഞ്ഞെടുത്ത സംഗീതം ഒരു മതവിഭാഗത്തിന് ഭീഷണിയായി അവരുടെ വിശ്വാസത്തെ വിമർശിച്ചുകൊണ്ടും മറ്റൊരു തരത്തിലും വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന് കോടതി കണ്ടെത്തി. കോടതി പ്രസ്താവനയിൽ കൃത്യമായി എഴുതി, സിനിമയുടെ ഉള്ളടക്കവും അതിലെ പ്രസിദ്ധീകരണത്തിന്റെ രൂപവും പ്രതിയുടെ പ്രാഥമിക ലക്ഷ്യം ഭീഷണിയും അവഹേളനവും പ്രകടിപ്പിക്കുകയല്ലാതെ അവരെ പ്രകോപിപ്പിക്കുകയല്ല എന്ന് വ്യക്തമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയവും വിശ്വാസവുമാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് സമർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഖുർആനിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് മുസ്ലിം പുരോഹിതർ തുറന്നു പറയാത്തിടത്തോളം കാലം ജനങ്ങൾ അത് അന്വേഷിക്കും. എന്തുകൊണ്ടാണ് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര തീവ്രവാദ സംഘടനകൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇവരുടെ മാത്രം മതവികാരം പെട്ടെന്ന് വ്രണപ്പെട്ടു പോകുന്നത്? ദൈവിക ഗ്രന്ഥം എന്ന് ഇവര് വിളിക്കപ്പെടുന്ന ഈ പുസ്തകത്തിനകത്ത് എന്താണ് ഇത്രമാത്രം എഴുതിയിട്ടുള്ളത്? മതത്തിന്റെ പേരിൽ അപരന്റെ കഴുത്തു മുറിക്കാൻ, അപരനെ കൊന്നുകളയാൻ മതത്തിന്റെ പേരും പറഞ്ഞ് മറ്റ് മതവിഭാഗത്തിലുള്ള സ്ത്രീകളെ ബലാത്കാരം ചെയ്യാനൊക്കെ ഈ ഗ്രന്ഥം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ രക്തമൊഴുക്കാനും യുദ്ധം ചെയ്യാനും മനുഷ്യ ജീവനുകളെ അപഹരിക്കാനുമൊക്കെ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അഭ്യസ്തവിദ്യരായ ജനസമൂഹം അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ചരിത്രം ഇന്നും ഇന്നലെയും തുടങ്ങുന്നതല്ല. ഈ രക്തം കൊണ്ടെഴുതിയ ഇസ്ലാമിന്റെ ചരിത്രം കാലങ്ങളോളമായി നിലനിൽക്കുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പേരിൽ ജനങ്ങൾ പരസ്പരം തമ്മി തല്ലുകയും കൊല്ലുകയും ബദ്ധവൈരികളായി ആയുഷ്കാലം ജീവിക്കേണ്ടി വരികയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അദൃശ്യജ്ഞാനിയായ ഈ അള്ളാഹു ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്താത്തത്? ഇതാണ് തലക്കകത്താള് താമസമുള്ള മനുഷ്യർ ചിന്തിച്ചത്. മുസ്ലിങ്ങൾ അത് തിരിച്ചറിയണം എന്ന് ഒരു വിഭാഗം ജനങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ അവർ പല വിഷയങ്ങളും രേഖപ്പെടുത്തി വെക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഒരുപാട് കാർട്ടൂണുകളും കാരിക്കേച്ചറുകളും ഒക്കെ നമുക്ക് കാണാനിടയുണ്ട്. ഖുർആൻ പോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഖുർആൻ വെല്ലുവിളിച്ചു എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു. അന്വേഷിച്ചു പോയ ആളുകൾ മനസ്സിലാക്കുന്നു ഖുർആൻ ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട്. ശരി, അവർ ഖുർആൻ പോലെ ഗ്രന്ഥം കൊണ്ടുവന്നു, അധ്യായങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് അവര് ഇത് ആരാണ്, ഇനി ആരുടെ മുമ്പിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്? നമുക്കൊരു ജഡ്ജ് വേണമല്ലോ. അങ്ങനെ ജനങ്ങൾ കൂടുതൽ ഇതിനെ വിമർശിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സ്വീഡൻ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമില് അവിടെ ഒരു മസ്ജിദ്, അതിന് പുറത്താണ് ബലിപെരുന്നാൾ ദിനത്തില് പോലീസിന്റെ അനുമതി